വലിയ നോമ്പിൽ കൂടി കടക്കുമ്പോൾ ഇന്നത്തെ പ്രത്യേക ഏവൻഗേലിയോൻ ഭാഗം വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷമായിരുന്നു. സഹായങ്ങളുടെ സമുദ്രത്തിൽ നിന്നും അനുഗ്രഹ നദികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. നോമ്പിന്റെ ആഴ്ചകളിൽ വേദനിക്കുന്നവരുടെ വേദനയിൽ പങ്കുചേരുകയും മനുഷ്യ സ്നേഹപരമായ പ്രവൃത്തികൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ദൈവപുത്രനെ സദാ നമുക്ക് കാട്ടിത്തരുന്നത് എത്രയും പ്രസക്തമാണ്. മദ്ബഹായിൽ ശുശ്രൂഷിച്ച മാലാഖമാരുടെ വൃന്ദം, മനോഹരമായ ഗാനങ്ങൾ ആലപിച്ച വാത്സല്യമുള്ള കൊയർ, ട്രസ്റ്റി, സെക്രട്ടറി, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളെ, അസോസിയേഷൻ അംഗേഴ്സ്, ഓഡിറ്റേഴ്സ്, ഭദ്രാസന പ്രതിനിധികളെ, വാത്സല്യമുള്ള മാതാപിതാക്കന്മാരെ, പ്രായമുള്ളവരൊക്കെ ഇപ്പോഴും മദ്ബഹായിൽ ശുശ്രൂഷിക്കുന്നു എന്ന് കാണുമ്പോൾ വലിയ സന്തോഷം തോന്നുന്നുണ്ട്. നിഷ്ഠയിലും ഉപവാസത്തിലും കഴിയുന്നവർക്കുള്ള ആദ്യ പാഠങ്ങളാണ് ഇന്നത്തെ ഏവൻഗേലിയൻ ഭാഗം. തൻ്റെ രക്ഷണ്യമായ പരസ്യ ശുശ്രൂഷയിൽ അനേക സംഭവങ്ങൾക്ക് വേദിയായ ഗലീലയിലെ കപ്പർദൂമിൽ യേശു ഒരു പക്ഷപാതക്കാരനെ പൂർണ്ണമായും സുഖപ്പെടുത്തുന്ന അനുഭവമാണ് ഇന്നത്തെ ഏവൻഗേലിയൻ ഭാഗം. രോഗത്തിലും പ്രയാസത്തിലുമായി വിവിധ ആശുപത്രികളിലും ഭവനങ്ങളിലും ആയിരിക്കുന്നവരെ പ്രത്യേകം നാം ഓർത്ത് പ്രാർത്ഥിക്കുവാൻ നാം സന്നദ്ധരാണ്. പരസഹായം ആവശ്യമായിരിക്കുന്ന പക്ഷപാതക്കാരനെ യേശുവിന്റെ സന്നിധിയിലെത്തിക്കുവാൻ 4 പേർ നടത്തിയ സാഹസിക യത്നങ്ങൾ ഇവിടെ പരാമർശിക്കപ്പെടുന്നു. നേരിട്ട സകല പ്രതിസന്ധികളും തരണം ചെയ്ത് അവർ ലക്ഷ്യം നേടി. പക്ഷപാതക്കാരന്റെ ആന്തരികവും ബാഹ്യവുമായ സകല കെട്ടുകളെയും യേശു തമ്പുരാൻ അടിച്ചു മാറ്റുന്നു. എല്ലാവർക്കും വിസ്മയമുളവാക്കിക്കൊണ്ട് രോഗി എഴുന്നേറ്റ് കിടക്കയെടുത്ത് പുറപ്പെട്ടു. രോഗിയുടെ പ്രാർത്ഥന കൊണ്ടല്ല, രോഗി മനസ്സിൽ പ്രാർത്ഥിച്ച് കാണും യേശുവമ്പുരാന്റെ അടുത്ത് വന്നപ്പോൾ. പക്ഷേ രോഗിയെ യേശുവമ്പുരാന്റെ അടുത്ത് കൊണ്ടുവന്നത് 4 പേര്. അവരുടെ വിശ്വാസം കണ്ടിട്ടെന്നാ പറഞ്ഞു. ഈ ഇടവകയിൽ നാം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായിരിക്കും. മറ്റുള്ളവരെ ദൈവസന്നിധിയിൽ കൊണ്ടുവരുവാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് മക്കളെ. അത് പ്രാർത്ഥന യോഗത്തിലുണ്ട്, സെന്റ് ജോസഫ് ഫോറത്തിലുണ്ട്, സെന്റ് ഡൈനീസ് ഫോറത്തിലുണ്ട്, സ്ത്രീ സമാജാംഗങ്ങൾക്കുണ്ട്, ബാലബാലിക സമാജത്തിലുണ്ട്, യൂത്തിലുണ്ട്, MDOസിലുണ്ട്. അങ്ങനെ മറ്റുള്ളവരെ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവന്ന് കടന്നു വന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. നമ്മുടെ പ്രാർത്ഥന കണ്ട് ദൈവം തമ്പുരാൻ രോഗികളെ സൗഖ്യമാക്കുന്നൊരു ദൈവത്തെയാണ് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. എല്ലാവർക്കും വിസ്മയം ഉളവാക്കിക്കൊണ്ട് രോഗി എഴുന്നേറ്റ് കിടക്കയെടുത്ത് നടന്നു. ഇങ്ങനെ ഒരു നാളും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് എല്ലാവരും ദൈവത്തെ മഹത്വപ്പെടുത്തിയെന്ന് അവിടെ പറയുന്നു. യേശു തമ്പുരാൻ പ്രവർത്തിച്ച അത്ഭുതങ്ങളിൽ ഒന്നാണ് എന്നതിലുപരിയായി ഈ മഹാസംഭവം വിളിച്ചോതുന്ന ചില സത്യങ്ങളെപ്പറ്റി നമുക്ക് ചിന്തിക്കാം. അവനവന്റെ വിശ്വാസം കൊണ്ടല്ലെങ്കിലും ദൈവം തിരുമനസ്സായാൽ പാപങ്ങൾക്കും രോഗികൾക്കും പൊറുതിയുണ്ടാകും. നമ്മളോട് മറ്റുള്ളവർ പറയത്തില്ലേ, അച്ഛാ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, തിരുമേനി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതുപോലെ നാം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. യേശു തമ്പുരാൻ അവരുടെ വിശ്വാസം കണ്ടിട്ട് പക്ഷപാതക്കാരനോട്, മകനെ നിന്റെ പാപങ്ങൾ മോചിച്ചു വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. മധ്യസ്ഥതാ സഹായത്തിൻ്റെ സുനിശ്ചിതവും ഇവിടെ ദർശിക്കാവുന്നതാണ്. രോഗിയെ യേശുവിന് മുമ്പിൽ എത്തിച്ച 4 പേരിൽ യേശു ദർശിച്ച ദൈവിക സ്വഭാവങ്ങളാണ് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് എന്നുള്ള കാര്യം പ്രത്യേകം ഓർപ്പിക്കുകയാകുന്നു ചെയ്യുന്നത്. പരിശുദ്ധ നോമ്പിൽ കൂടി നാം കടന്നു പോകുക. യേശു ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളെയും പുനരുദ്ധാനത്തെയും ധ്യാനിക്കുന്ന ഒരു നോമ്പുകാലത്തേക്ക് ഹൃദയവിശുദ്ധിയോടും പരസ്പര സ്നേഹത്തോടും കൂടി ഒരു ആത്മീയ തുടക്കത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുന്നു. ലോകത്തിൽ
ലോകത്തിൻ്റെ തിരക്കുകളിൽ നിന്നും മാറി നമ്മുടെ സൃഷ്ടാവിലേക്ക് തിരിച്ച് അടുക്കുവാനുള്ള ദിനങ്ങളാണ് വലിയ നോമ്പ്. ഈ നോമ്പിൽ ക്ഷമിക്കുവാനും വിട്ടുകൊടുക്കുവാനുള്ള മനോഭാവം രൂപപ്പെടുത്തി നമുക്ക് നമ്മെ തന്നെ ആത്മപരിശോധന നടത്തുവാനും കൂടെയുള്ള സമയമാണ്. പുറമേയുള്ള മോടിയല്ല, ആന്തരികമായ ശുദ്ധീകരണമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഇടയ്ക്ക് എപ്പോഴോ നഷ്ടപ്പെട്ടു പോയ പ്രാർത്ഥനാശീലങ്ങളെയും മറന്നുപോയ സ്നേഹബന്ധങ്ങളെയും അകന്നുപോയ ദൈവസ്നേഹത്തെയും തിരിച്ചു പിടിക്കുവാനുള്ള യാത്രയിലേക്ക് ഓരോ നോമ്പുകാലവും നമ്മെ സഹായിക്കുന്നത്. കർത്താവിൻ്റെ സഹനം വെറുതെയല്ലെന്നും അത് വലിയ ഉയർപ്പിലേക്കുള്ള വഴിയാണെന്നും നാം മനസ്സിലാക്കണം. പ്രാർത്ഥനയും ഉപവാസവും കുമ്പിടിലും എല്ലാം കൂടുതൽ കൂടുതൽ നമ്മെ ദൈവത്തോട് ചേർത്ത് നിർത്തുന്നവയാണ്. നമ്മുടെ കർത്താവ് 40 ദിവസവും നോമ്പ് നോറ്റു. നോമ്പിൻ്റെ മഹത്വത്തെപ്പറ്റി നമ്മെ പഠിപ്പിച്ചു. നാമും നമ്മുടെ കർത്താവിനെ പോലെ നോമ്പ് അർത്ഥപൂർണമാകുവാനും അതുവഴിയായി ഈ ലോക ജീവിതത്തിൽ നിന്നും പിരിയുമ്പോൾ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനും ദൈവം തമ്പുരാൻ ഇടയാക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാകുന്നു ചെയ്യുന്നത്. പരിശുദ്ധനായ അന്ത്രയോസ് ബാവായുടെ 334 ഓർമ്മ പെരുന്നാളിലേക്കാണ് നാം കടന്നു വന്നിരിക്കുന്നത്. ഈ പ്രദേശമെല്ലാം അന്ത്രയോസ് ബാവായുടെ മധ്യസ്ഥതയിൽ അഭയപ്പെടുന്നവരാണ്. ഒരു ക്രൈസ്തവന്റെ ജീവിതം ഒരു തീർത്ഥയാത്രയാണ്. ക്രൂസിലേക്കുള്ള ഒരു യാത്ര. ഓരോ വിശുദ്ധന്മാരും ഈ യാത്രയെ പ്രണയിച്ചവരാണ്. അതുകൊണ്ടാണ് ഈ യാത്രയിൽ അവർ നേരിട്ട പ്രതിസന്ധികളെയും പ്രലോഭനങ്ങളെയും അതിജീവിക്കുവാൻ അവർക്ക് സാധിച്ചത്. ഇന്ന് നാം ഓർമ്മയനുഷ്ഠിക്കുന്ന മഹാപരിശുദ്ധനായ പരിശുദ്ധ അന്ത്രയോസ് ബാവ അങ്ങനെ അതിജീവിത ജീവനത്തിൻ്റെ ഒരു ബദൽ ആത്മീയ ജീവിതമാർഗം തിരഞ്ഞെടുത്ത വിശുദ്ധനാണ്. നാം ഇന്ന് പരിശുദ്ധ പിതാവിനെ ഓർക്കുമ്പോൾ ആ ജീവിത മാതൃകൾ നമുക്കും അവലംബിക്കുവാൻ സാധിക്കണം. വലിയ നോമ്പിൽ ഈ പിതാവിനെ ഓർക്കുമ്പോൾ ക്രിസ്തു കാൽവരിയിൽ നമുക്ക് കാട്ടി നൽകിയ സ്നേഹത്തിൻ്റെയും സഹനത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും മാതൃക ഈ പിതാവിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ടാണ് സിറിയയിൽ നിന്ന് തൻ്റെ ആരോഗ്യവും ദൂരവും അതിജീവിച്ച് മലങ്കരയിലേക്ക് ഈ പിതാവ് എഴുന്നള്ളി വന്നത്. മലങ്കര സഭാചരിത്രത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള ഒരു നാമധേയമാണ് പരിശുദ്ധനായ മാർ അന്ത്രയോസ് ബാവ. കല്ലട വല്യപ്പൂപ്പൻ, പുത്തങ്കാവ് വല്യപ്പൂപ്പൻ അറിയപ്പെട്ടിരുന്ന അദ്ദേഹം AD 1678 കേരളത്തിൽ മുളന്തുരുത്തി പള്ളിയിൽ എത്തിച്ചേർന്നു. മാർ അന്ത്രയോസിനൊപ്പം 3 സഹോദരങ്ങളും അനുധാവനം ചെയ്തിരുന്നു. അതിൽ ഒരാൾ റമ്പാനും മറ്റുള്ളവർ ഐമേനികളുമായിരുന്നു എന്നാണ് ചരിത്രം പറയുന്ന തെളിവ്. മുളന്തുരുത്തിയിൽ ദീർഘകാലം വസിച്ച അദ്ദേഹം ദേശനിവാസികളിൽ ചിലരുടെ നിസ്സഹകരണം മൂലം കിഴക്കോട്ട് യാത്ര ചെയ്ത് കൊച്ചി, തിരുവിതാംകൂർ രാജ്യങ്ങളുടെ സംഗമസ്ഥലവും വ്യാപാര കേന്ദ്രവുമായ വെട്ടിക്കലെത്തി. അവിടെ കണ്ട കുരിശുപള്ളിയോട് ചേർന്ന് കുറച്ച് സ്ഥലം സമ്പാദിക്കുകയും അവിടെ ഭവനം നിർമ്മിച്ച് വാസം ആരംഭിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ടായിരുന്ന സഹോദരങ്ങൾ ഒരാൾ മുളന്തുരുത്തിയിൽ വിവാഹം കഴിച്ച് താമസിച്ച് പോന്നതായും ഈ സഹോദര സന്തതി പരമ്പരയിൽപ്പെട്ടവരാണ് മുളന്തുരുത്തിയിൽ ജാതരായ പരിശുദ്ധ പരിമല തിരുമേനിയും പരിശുദ്ധ കാട്ടുമങ്ങാട് ബാവാമാരും എന്ന ചരിത്രം സാക്ഷിക്കുന്നു. അതിനുശേഷം
വെട്രിക്കൽ നിന്നും യാത്ര ആരംഭിച്ച് മാർ അന്ത്രയോസ് ബാവ കുറുമ്പുംപടി, പുത്തൻകാവ്, മണർകാട് തുടങ്ങിയ സ്ഥലങ്ങളിലും താമസിക്കുകയുണ്ടായി. പരിശുദ്ധനായ മാർ അന്ത്രയോസ് ബാവയുടെ യാത്രയുമായി ബന്ധപ്പെട്ട് ഒരു ഐതിഹ്യം നിലവിലുണ്ട്. മധ്യ തിരുവിതാംകൂറിലെ ഒരു കുടുംബം ബാവായെ വേണ്ട വിധം ബഹുമാനിച്ചിരുന്നില്ല. അവർ അദ്ദേഹത്തിന് ചക്കപ്പഴം ഭക്ഷിക്കുവാൻ കൊടുക്കുകയുണ്ടായി. ചക്കപ്പഴം കഴിച്ച ശേഷം കൈ തുടക്കുന്നതിന് പഞ്ഞി കൊടുക്കുകയും അത് പറ്റിപ്പിടിച്ച് ബാവ ബുദ്ധിമുട്ടിലാകുകയും ചെയ്തു. ഈ കഥ എല്ലാവർക്കും അറിയാവുന്നു. ഇതേ തുടർന്ന് ബാവായെ കളിയാക്കുകയും ബാവ ദുഃഖിതനായി അവിടം വിട്ടു പോവുകയും ചെയ്തു. പിന്നീട് ആ കുടുംബത്തിലെ പല തലമുറയിൽ ഇന്നും രോഗബാധ ഉണ്ടാകുകയും ബാവായുടെ ശാപത്താൽ അപ്രകാരം സംഭവിച്ചു എന്ന് വിശ്വസിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം പരിശുദ്ധ ബാവ യാത്ര ചെയ്ത് കല്ലടയിലെത്തി. AD 9-ാം നൂറ്റാണ്ടിലാണ് കല്ലടയിൽ ഒരു ക്രൈസ്തവ ദേവാലയം വിശുദ്ധ ദൈവമാതാവിൻ്റെ നാമധേയത്തിൽ സ്ഥാപിതമായത്. ഈ ദേവാലയത്തിൻ്റെ പൗരാണികതയും പരിശുദ്ധിയും മാർ അന്ത്രയോസ് ബാവയിൽ താല്പര്യമുളവാക്കിയിരുന്നു. അതുമൂലം അദ്ദേഹത്തിൻ്റെ അന്ത്യനാളുകൾ കല്ലടയിലായിരുന്നു. അദ്ദേഹം കാലം ചെയ്ത ശേഷം കല്ലടയിലെ വിശുദ്ധ ദൈവമാതാവിൻ്റെ നാമധേയത്തിലുള്ള വിശുദ്ധ ദേവാലയത്തിലെ മദ്ബഹായിൽ അദ്ദേഹത്തെ ഖബറടക്കി. പരിശുദ്ധ അന്ത്രയോസ് ബാവയുടെ സാന്നിധ്യം കല്ലടയിൽ ഈ പ്രദേശമെല്ലാം വിശുദ്ധി പരത്തി. നാനാജാതി മതസ്ഥർ ഈ ദേവാലയത്തിൽ ഒത്തുചേരുന്നു. മലങ്കര സഭയിലെ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നായി അറിയപ്പെട്ടിരിക്കുന്ന കല്ലട ദേവാലയം വിശ്വാസികളുടെ ഒരു പ്രാർത്ഥനാ കേന്ദ്രമാണ്. ദിവസം തോറും പരിശുദ്ധന്റെ ഖബറിലെത്തുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നു. ഒരാൾ പരിശുദ്ധനാകുന്നത് അദ്ദേഹത്തിൻ്റെ വിശുദ്ധിയിൽ നിന്നും മധ്യസ്ഥത മൂലം അനുഗ്രഹം പ്രാപിക്കുന്ന വിശ്വാസികളുടെ ജീവിക്കുന്ന സമൂഹത്തിലൂടെയാണ്. ഇതാണ് വിശുദ്ധന്മാരുടെ നിരകളിലേക്ക് അദ്ദേഹത്തെ ഉയർത്തുന്ന പ്രധാന ഘടകം. അക്കാര്യത്തിൽ അന്ത്രയോസ് ബാവ ശ്രേഷ്ഠനാണ്. മാർ അന്ത്രയോസ് ബാവ കാലം ചെയ്ത് കുംഭമാസം 19-ാം തീയതിയാണ്. ഈ ദിവസങ്ങളിൽ പല ദേവാലയങ്ങളിലും ആ പുണ്യപിതാവിൻ്റെ പെരുന്നാൾ സമുചിതമായി ആഘോഷിക്കുന്നു. പൗരസ്ത്യ സുറിയാനി സഭ മാർച്ച് 2-ാം തീയതി പരിശുദ്ധ അന്ത്രയോസ് ബാവയുടെ പെരുന്നാൾ ഭക്തിപൂർവ്വം ആഘോഷിക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ പരിശുദ്ധ ദേവാലയത്തിലും അപ്രകാരം പെരുന്നാൾ ആഘോഷിക്കുന്നു എന്ന് കാണുന്നതിൽ ദൈവം തമ്പുരാൻ നിങ്ങളെ ഏവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. ഇതിന് നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ വാത്സല്യവാനായ തോമസ് അച്ഛനോടുള്ള പ്രത്യേക സ്നേഹവും നന്ദി അറിയിക്കുന്നു. വാത്സല്യമുള്ള എൻ്റെ കോർപ്പിസ്കോപ്പന്മാരുടെ ഇടവനെ അച്ഛന്, ജേക്കബ് ജോൺ കല്ലട അച്ഛൻ, മാവേലിക്കര എൻ്റെ കൂടെ ഭദ്രാസനത്തിലുള്ള അച്ഛൻ്റെ ആ വീട് ഇവിടെ അടുത്താണ്. എങ്കിലും മാവേലിക്കര ഭദ്രാസനത്തിൻ്റെ സെക്രട്ടറിയായിട്ട് സുത്രകമായി സേവനമനുഷ്ഠിച്ച് ഇപ്പോൾ പുന്നമൂട് മാർ ഗീഗോറിയോസിൻ്റെ ദേവാലയത്തിലെ വികാരിയായിട്ട് സേവനമനുഷ്ഠിക്കുന്നു. ഇവിടെ വരുവാനും നിങ്ങളെ ഏവരെയും കാണുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കിയതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ സന്തോഷത്തോടുകൂടിയാണ് ഇവിടെ നിൽക്കുന്നത്. നിങ്ങളുടെ ആരാധനയും നിങ്ങളുടെ കൊയറും മദ്ബഹായിൽ ശുശ്രൂഷിച്ച പ്രായമുള്ളവരുടെയൊക്കെ ശബ്ദം കേട്ടപ്പോൾ വലിയ സന്തോഷം തോന്നി. വികാരിയച്ഛൻ ഇനി 2 മാസം കഴിയുമ്പോൾ ഇവിടുന്ന് അങ്ങ് പോകും. വേറെ പുതിയ വികാരി വരും. എന്നിരുന്നാൽ തന്നെയും നിങ്ങൾ എന്നെ വീണ്ടും ക്ഷണിച്ചാൽ ഞാൻ വീണ്ടും വരും എന്നുള്ള കാര്യം സ്നേഹത്തോട് ഓർപ്പിക്കട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഏവരെയും യോഗ്യരാക്കി തീർക്കട്ടെ.